എല്ലാവർക്കും നമസ്കാരം. ആദ്യം നമുക്ക് 2 ഗ്ലാസ് പച്ചരി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഒരു 2-3 പ്രാവശ്യം നല്ലതുപോലെ കഴുകണം. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു സ്റ്റീമറിൽ വെള്ളത്തുണി ഇട്ടിട്ട് നമ്മൾ കഴുകി വെച്ചേക്കണ അരിയും കൂടെ ഇട്ട് ഒരു 5 മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല ചൂടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടൊന്ന് ആറണം. ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. ചൂടൊക്കെ ഇപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഒരുമിച്ചിട്ട് പൊടിച്ചാൽ പൊടിക്കാൻ കഷ്ടമായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ട, ഇത് ഒരുപാട് നൈസായിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് കണ്ട നല്ല നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ പുട്ടുപൊടി പോലെ കുറച്ച് തരിതരിന്ന് ഉണ്ടാവും. ഇതുപോലെ എല്ലാം പൊടിച്ചെടുക്കാം. ഇപ്പം എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തത്. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര പൊടി വന്നു എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ 3 ഗ്ലാസ് പൊടി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ പുട്ടിന് പൊടി നനയ്ക്കണ പോലെ. 3 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം കറക്റ്റായിരിക്കും. നന്നായിട്ട് നനഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് കൈവച്ച് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കുക. കറക്റ്റ് നമ്മൾ പുട്ടിൻ്റെ പൊടി നനയ്ക്കുമ്പോൾ ഉണ്ടാവില്ലേ, അതേപോലെ പിടിച്ചാൽ അങ്ങനെ പിടിക്കണ പോലെ ഉണ്ടാവും. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് പൊടിയൊക്കെ കുതിർന്ന് വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ട കറക്റ്റ് നല്ല പാകമാണ് പൊടി. ഇനി നമുക്കിത് വെച്ച് പുട്ടുണ്ടാക്കാം. നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം വെച്ചാൽ മതി. പുട്ട് റെഡി. അപ്പം നമ്മൾ വീട്ടിൽ പുട്ടുപൊടി ഇല്ലെങ്കിലും പച്ചരി ഉണ്ടായാൽ മതി. ഒരു 15 മിനിറ്റിൽ നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റും. നല്ല പഞ്ഞി പോലെയുള്ള പുട്ടാണ്. ഞാനിത് യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കാര്യം നല്ല എളുപ്പമാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.